ഇതിൻ്റെ അകത്ത് നിയമപരമായിട്ടൊരു നാഷണൽ ഡിസാസ്റ്റർ എന്നല്ല ഇപ്പോഴത്തെ ഇത് ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ച് L0 മുതൽ L4 വരെയാണ്. L0 എന്ന് പറഞ്ഞാൽ ദുരന്തം, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ്. പിന്നെ ലോക്കൽ ബോഡി ചെയ്യേണ്ടത്, സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടത്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്, സെൻട്രൽ ഇടപെടൽ വേണ്ട. ഇപ്പോൾ L3 തൊട്ട് L4 വരെയുള്ള ഇടയിലാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു റേറ്റിംഗ് വിദഗ്ധർ കണക്കാക്കുന്നത്. അപ്പോൾ ആ L4 കണക്കാക്കിയിട്ടുള്ള ഒരു നാഷണൽ അസിസ്റ്റൻസാണ്, സെൻട്രൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസാണ് ഈ കാര്യത്തിൽ വേണ്ട. സ്പെഷ്യൽ പാക്കേജായിട്ടാണ് ചെയ്യണം. ഇപ്പോൾ DRFലേക്ക് എല്ലാ വർഷവും കേന്ദ്രത്തിൽ നിന്ന് പൈസ കൊടുക്കണം, അതൊന്നും മതിയാവില്ല. ഇത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി അത് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലുള്ള സഹായം വേണം. സഹായം ആദ്യം ഈ ഇരകളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ, രണ്ടാമത് ഈ പറയുന്നതിൻ്റെ അരികിൽ തന്നെ ഈ ആളുകളൊക്കെ താമസിക്കുകയല്ലേ. അപ്പോൾ അവരൊന്നും വീട് നശിച്ചവരെ കൂട്ടത്തിൽ അവരെ നമുക്ക് റീലൊക്കേറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് വീണ്ടും അവരെ മാറ്റി താമസിപ്പിക്കണം. ഈ ദുരന്ത ഭൂമിയിൽ അവരെ താമസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ അവരെ കൂടി മാറ്റി. അപ്പോൾ ഈ പറയുന്ന 400 വീടോ 500 വീടോ ആയിരിക്കില്ല, വേറെ 500 വീടും കൂടിയോ അല്ലെങ്കിൽ 1000 വീട് കൂടിയോ കാണും. കൂടുതൽ വീടുകൾ സക്കേണ്ടി വരും. അവരെ വെക്കുന്നത് എല്ലാവരും നഷ്ടപ്പെട്ട് ചിതറി ഒരു ഗ്രാമമല്ലേ, പരമാവധി ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് മോഡൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത അതാണ്. ഞങ്ങളുടെ 100 വീട് അതുപോലുള്ള സ്ഥലത്ത് കൂടുതൽ സ്ഥലമെടുത്ത് സ്കൂളും അതുപോലെ പൊതുസ്ഥലങ്ങളും അംഗൻവാടിയും കൃഷി ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉൾപ്പെടെയുള്ള സംഭവം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത്, ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതിനുള്ള വാർണിംഗ് സിസ്റ്റമാണ് വേണ്ടത്. കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനം നമുക്ക് വേണം. അതിന് കേന്ദ്ര സംസ്ഥാന ശാസ്ത്ര സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച്, കാലാവസ്ഥാ വകുപ്പുകളെ ഏകോപിപ്പിച്ച്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടക്കമുള്ള സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്ററും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്ററും എല്ലാം കൂടി ഏകോപിപ്പിച്ച് ഡാറ്റ കളക്ട് ചെയ്ത് റെയിൻ ഗേജും മറ്റ് സാധനങ്ങളും സോയിൽ ടെസ്റ്റൊക്കെ നടത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഡാറ്റ അനലൈസ് ചെയ്ത് കൃത്യമായി വാർണിംഗ് കൊടുക്കാൻ പറ്റാവുന്ന, വാർണിംഗ് കിട്ടിയാലുള്ള ഇവാക്യുവേഷൻ പ്ലാൻ എന്തായിരിക്കണം, അതിനുള്ള ടെമ്പററി ഷെൽട്ടർ എന്തായിരിക്കണം എന്നുള്ള കൃത്യമായ പദ്ധതി വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തി കേരളത്തിൽ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ സ്ഥലത്ത് അത് ചെയ്യണം. അതൊരു വലിയ ദൗത്യമാണ്. അത് കേന്ദ്രത്തിൻ്റെ കൂടെ സഹായം വേണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അതിനാവശ്യമായ സഹായം ചെയ്യണം. അത് ഇതോടൊപ്പം ചെയ്യണം, ഇല്ല മറന്നു പോകും. അല്ല അടുത്ത ദുരന്തം കഴിഞ്ഞ് ഇതുപോലെ നമ്മളെല്ലാം വന്ന് വീണ്ടും വീട് വെച്ച് കൊടുക്കലും വിദ്യാഭ്യാസം നടത്തലും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നടക്കും. ഈ ഒരു നോളജ് സൊസൈറ്റിയിൽ, ഒരു വിജ്ഞാന സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ലോകത്തിൻ്റെ അറിവുകളെ കൊണ്ടുവന്ന് ലോകത്തിൻ്റെ മുമ്പേ നടക്കുന്നവരായി മാതൃകാപരമായി ചെയ്യാൻ കൂടിയിട്ടുള്ള ഒരു അവസരം ആണ് ഇത്. അതുകൂടി ചെയ്യണം. അതിന് സെൻട്രൽ അസിസ്റ്റൻസ് വേണം. സാറേ, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അമ്പലവയൽ മേഖലയിലൊക്കെ ഇപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് വലിയ തോതിൽ ശബ്ദം കേട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സമഗ്രമായ രീതിയിൽ ഇവിടെ എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ? ഇതാണ് പ്രശ്നം. അതായത് ഇത് മൾട്ടി ഇഷ്യൂസാണ്, വൈവിധ്യങ്ങളാർന്ന ഇഷ്യൂസാണ്. അതായത് ഉരുൾപൊട്ടലോ മലയിടിച്ചിലോ മാത്രമല്ല. നിങ്ങൾ ഈ മേഘവിസ്ഫോടനം എന്നുള്ള വാക്ക്, ചക്രവാത ചുഴി എന്നുള്ള വാക്ക്, കള്ളക്കടൽ എന്നുള്ള വാക്ക്, ഇതൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒറീസ, ആന്ധ്രാപ്രദേശ്, ബംഗാൾ തുടങ്ങിയ ഈ ബംഗാൾ ഉൾക്കടലിൻ്റെ വശങ്ങളിൽ ഉണ്ടായിരുന്ന അതേ സംഭവങ്ങൾ ഈ വെസ്റ്റേൺ കോസ്റ്റിൽ, ഈ പശ്ചിമ തീരത്ത് ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും പ്രോൺ ഏരിയയാണ് കേരളം. ഇതാണ് 2021 IPCC റിപ്പോർട്ടും നാസ അനാലിസിസും അസംബ്ലി കൊണ്ടുവന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇത് അപകടകരമായ ഒരു സോണിലാണ് മൊത്തം കേരളം നിൽക്കുന്നത്. ആ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കി ക്ലൈമറ്റ് ചേഞ്ച്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് അസംബ്ലി തീരുന്നതിന് മുമ്പും അസംബ്ലിയിൽ ഞങ്ങൾ പറഞ്ഞ വാക്കാണ് ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങളെ കാണാതെ പോകുന്നു. ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾ കാണാതെ പോകുന്നു. ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യണം. എല്ലാ വികസന കാര്യങ്ങളിലും, എല്ലാ നയരൂപീകരണത്തിലും, പോളിസി ഫ്രെയിം ചെയ്യുമ്പോഴും അതിൻ്റെ പ്രധാന ഘടകം ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം. അത് ഞങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 2021 മുതൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ഒറ്റ കാര്യം കൊണ്ടാണ് കേരളയിൽ എതിർത്തത്. കേരളയിൽ 300 കിലോമീറ്റർ 30 അടി ഉയരത്തിലെ എംബാങ്ക്മെൻ്റ് ആയിരുന്നു. ബാക്കി 200 കിലോമീറ്റർ 2 വശത്തും
റെയിലിൻ്റെ രണ്ട് വശത്തും 10 അടി ഉയരത്തിലുള്ള മതിലായിരുന്നു. എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി പോലും നടത്താതെ അത്തരം വികസന പദ്ധതികളിലേക്ക് പോകാൻ പറ്റാവുന്ന സ്ഥിതിയിലല്ല കേരളം. കേരളം വൾണറബിളാണ്, അപകടകരമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഏത് വലിയ വികസന പ്രോജക്റ്റ് വന്നാലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അപകടം മനസ്സിലാക്കി നയരൂപീകരണം നടത്തണം. ഗവൺമെൻറ് അത് സഹകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അതിപ്പോൾ ബോധ്യമാവുമല്ലോ ഓരോ ദിവസം തോറും. ഇപ്പോൾ പെട്ടിമലയിൽ, പുത്തുമലയിൽ, കവളപ്പാറയിൽ, മുണ്ടകയിൽ 4 പ്രധാനപ്പെട്ട ദുരന്തങ്ങളായില്ലേ. 1000-ലധികം ആളുകളല്ലേ എല്ലാത്തിലും കൂടി മരിച്ചു നിൽക്കുന്നത് കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ അതിൻ്റെ അപകടം മനസ്സിലാക്കിയുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകണം. ഗവൺമെൻറ്റുമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു സംഘർഷത്തിനും പോകില്ല. ഞങ്ങൾ ഇന്നലെയും ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് സർക്കാരുമായിട്ട് പൂർണ്ണമായി സഹകരിച്ചിട്ട് പോകണം. ഒരു സംഘർഷത്തിലും പോകേണ്ട ആവശ്യമില്ല. പരമാവധി ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ സർക്കാരുമായി ചേർന്ന് നിന്ന് ചെയ്തു കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ തീരുമാനം. പൊളിറ്റിക്കലായ തീരുമാനം കൂടി അതാണ്. ഒരു തരത്തിലും എല്ലാത്തിലും കൂടെ ഉണ്ടാവും. നമുക്ക് മുമ്പിലുള്ളത് ഇനി സമ്പൂർണ്ണ പുനരധിവാസമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പുത്തുമല, കവളപ്പാറയൊക്കെ, ഈ കവളപ്പാറയിൽ പല ആളുകളെ ഇതുവരെ പുനരധിവസിപ്പിച്ചില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അതുപോലെ പുത്തുമലയിലെ പുനരധിവസിപ്പിച്ച പല വീടുകൾക്കും ചോർച്ചയുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഞങ്ങൾ സജസ്റ്റ് ചെയ്താണ്ട, ഞങ്ങൾ കമ്മ്യൂണിറ്റി ലിവിങ് സജസ്റ്റ് ചെയ്ത് 4 ലക്ഷം രൂപയാണ് സാധാരണ സർക്കാർ കൊടുക്കാറുള്ളത്. ഞങ്ങളുടെ വീടിന് 100 വീടിന് ഞങ്ങൾ പറയുന്നത് 8 ലക്ഷം രൂപയുടെ വീടാണ്. വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കണം. പുനരധിവാസം എന്ന് പറയുന്നത് നമ്മളൊരു വഴിപാട് പോലെ ചെയ്യേണ്ടതല്ല. ഒരാൾ പോലും ബാക്കിയില്ലാതെ ഞങ്ങളെല്ലാവരും നിരന്തരമായി ഇനി ഇവിടെ വന്നുകൊണ്ടിരിക്കും. കാരണം ഇത് ഒരു മാതൃകാപരമായി നമുക്ക് ചെയ്യണം. സർക്കാരിനൊക്കെ കുറേ നടപടിക്രമങ്ങളും കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ ചില കേസുകളൊക്കെ മിസ് ചെയ്തു പോകും. ആ മിസ് ചെയ്തു പോകുന്ന കേസൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച്, നമ്മളെല്ലാവരും കൂടി ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിക്കണം. ഒരു കുട്ടിയുടെ പഠിത്തം പോലും മുടങ്ങരുത്. ഇവിടെ ഇല്ലാത്ത കുട്ടികളുണ്ട്, പല സ്ഥലത്തായിട്ട് പഠിക്കുന്ന, കേരളത്തിനകത്തും പുറത്തുമൊക്കെ പഠിക്കുന്നുണ്ട്. പഠിത്തം മുമ്പോട്ട് പോകണ്ടേ, അതിൻ്റെ എല്ലാ ലിസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് സർക്കാർ സഹായം വരാത്ത കേസുകളെയൊക്കെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഏറ്റെടുക്കും, ഞങ്ങൾ ചെയ്യും, സഹായിക്കും. കുട്ടികളെ ഒരു കുട്ടിയുടെ പോലും പഠിത്തം മുടങ്ങരുത് എന്ന് നിർബന്ധമായിട്ട് പറയുന്നത്. ഏതെല്ലാം തരത്തിൽ സഹായിക്കാൻ പറ്റും ആ തരത്തിൽ സഹായിക്കും, സംശയമില്ല. സാറേ, ഒരു കാര്യം കൂടി ചോദിച്ചു. അതായത് ഇവിടെ നത്തൻകുരിയിൽ ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് പോലെ സാറ് ശ്രദ്ധയിൽ ഉണ്ടാവുന്നതാണ് വിശ്വസിക്കുന്നത്. അവിടെ എന്താ വെച്ചാൽ 150ഓളം വീടുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിലൊരു 30 വീടുകൾ വിവിധ ആൾക്കാർക്കായിട്ട് കൊടുത്തു. 120ഓളം വീടുകൾ ഒരു വർഷമായിട്ട് അവിടെ ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. അത്രയും വലിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം അവിടെ അനാഥമായി കിടക്കുന്ന വലിയ തോതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് വേഗത്തിലാക്കി അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയും. ബന്ധപ്പെട്ടവരോട് അത് സംസാരിക്കും, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി കൂടുതൽ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. പിന്നെ തീർച്ചയായിട്ടും ഇത് വലിയ സമയമാണ്. ഈ സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും.